times we should express our gratitude for the small and simple things. How lovely to listen the rhythm of falling rain, isn't? മഴയെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങളൊക്കെ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മഴയുടെ ഒരു ഷോർട്ട് റീൽ കണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഉഷ കമൻറ്റ് ചെയ്തായിരുന്നു, മഴയുടെ ഒരു ഒരു വീഡിയോ ചെയ്യൂന്ന്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഉഷയ്ക്കായിട്ട് മഴയുടെ ഒരു പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് കൂട്ടുകാരെ. വെൽക്കം ടു ഷാലിനീസ് ട്രഷർ ട്രോവ്. ഇന്നത്തെ ഒരു സിമ്പിൾ വീക്കെൻഡ് സ്റ്റോറിയാണ് കേട്ടോ. ആക്ച്വലി ഈ വീക്കെൻഡ് എന്ത് വീഡിയോ എടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു മീ ടൈം അതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വീക്കെൻഡിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ. സ്പെഷ്യൽ ഒന്നുമില്ല, സാധാരണ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ മാത്രം. ആസ് യൂഷ്വൽ വീക്കെൻഡ് ആകുമ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള മണ്ടേക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങും. അപ്പോൾ കുറേ പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടാവും. മിക്കതും ഞാൻ ഓൺലൈനാണ് വരുത്തുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സ്വിഗ്ഗി അല്ലെങ്കിൽ പിന്നെ പച്ചക്കറി മാർക്കറ്റിൽ പോയി മേടിക്കും. പക്ഷെ അതിപ്പോൾ വളരെ കുറവാണ്. കൂടുതലും ഇപ്പോൾ സെപ്റ്റോയിലൊക്കെ ഓഫർ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലും ഓഫർ നോക്കിയാണ് ഇപ്പം പച്ചക്കറിയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കുറച്ച് പച്ചക്കറിയും പാലും എല്ലാം സ്റ്റോക്ക് ചെയ്തു. അടുത്ത ദിവസം വീണ്ടും റൂട്ടീൻ തുടങ്ങുമല്ലോ. മൺഡേ എന്ന് പറഞ്ഞാൽ വീണ്ടും ഓഫീസ്, മോളുടെ സ്കൂള്, അങ്ങനത്തെ റൂട്ടീൻ ഡ്യൂട്ടി തുടങ്ങും. ഈ വീക്കെൻഡ് ഞാനും മോളും ഒറ്റയ്ക്കാണ്. ഹസ്ബൻഡ് ഒഫീഷ്യൽ ഡ്യൂട്ടി ആയിട്ട് പുറത്ത് പോയി, മോനും തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഞാനും മോളും ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ മോളും ഞാനും ഒറ്റയ്ക്കാകുമ്പോൾ കൂടുതലും ഒരു ലേസിനെസ്സാണ്. എല്ലാ കാര്യങ്ങളും പതുക്കെ. സൺഡേ ആയതുകൊണ്ട് തന്നെ ആദ്യം പതുക്കെയാണ് ഞങ്ങൾ എണീറ്റത്. പിന്നെ കുറേ പ്ലാനിങ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം, ആലു പറാട്ട വേണോ അതേ പൂരി ആലു ആണോ, അങ്ങനെ പിന്നെ ഫൈനലി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഇന്ന് ഒരു പൂരി ആലു ആക്കാം, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പൂരി ആലു. അപ്പോൾ അതിൻ്റെ പച്ചക്കറി കട്ടിംഗ് ആണ് ഈ ഒരു വീഡിയോ. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് റെസിപ്പിയാണ് കേട്ടോ ഇത്. വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായി കഴുകി പീൽ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തു. കൂടെ തന്നെ ആവശ്യത്തിന് സബോള. ഇവിടെ ഞങ്ങൾക്ക് സബോള കുറച്ച് കൂടുതലാണ് ഇടുന്നത് ഇഷ്ടം. ചിലർക്കത് മധുരിക്കുമെന്ന് പറഞ്ഞ് കുറവിടാറുണ്ട്. ഞാനിപ്പോൾ 3 ഉരുളക്കിഴങ്ങിന് 2 സബോള എടുത്തിട്ടുണ്ട്. അത് ഒരു മീഡിയം പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത്. അധികം ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേവിച്ച് വരുമ്പോൾ എല്ലാം അതിൽ അലിഞ്ഞു പോവും. എല്ലാം ഒരുമിച്ചാണ് വേവിക്കുന്നത്. അത് കൂടെ തന്നെ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചിലർക്ക് പുളി കൂടുതൽ ഇഷ്ടമാണ്, ചിലർക്ക് കുറവാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് പുളി സാധാരണ ഇഷ്ടമാണ്. അപ്പോൾ ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ കുറച്ച് എരിവിനനുസരിച്ച് പച്ചമുളകും. ഇനി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും സബോളയും തക്കാളി പച്ചമുളക് എല്ലാം ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഇതെല്ലാം ഇട്ട ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1-1.5 സ്പൂൺ മല്ലിപ്പൊടി യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വീട്ടിലത്തെ മമ്മി നാട്ടിൽ നിന്ന് പൊടിച്ച് തന്ന പൊടികളാണ് യൂസ് ചെയ്യുന്നത്. നല്ല പ്യുവറായിട്ടുള്ള പൊടികളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മുളക് പൊടി മാത്രം ഇപ്പോൾ ഇടുന്നില്ല, അത് വേവിച്ച ശേഷമാണ് ഇടുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത ശേഷം നമുക്ക് 3 അല്ലെങ്കിൽ 4 വിസലിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിച്ചെടുക്കാം. സിമ്പിളായി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്നാവും, പിന്നെ നല്ല ടേസ്റ്റിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ, നോർത്ത് കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കറി എന്തായാലും ഇഷ്ടമാവും. കുക്കിങ്ങിന് ഇടയ്ക്ക് മോള് വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അമ്മ എപ്പോഴാണ് ഇത് റെഡി ആവുക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ധൃതിയിലാണ് ഞാനും. അപ്പോൾ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ വെളുത്തുള്ളി ഇഞ്ചിയും ആഡ് ചെയ്യാം. ചില സമയത്ത് ഞാൻ ഇടാറുണ്ട്, ചില സമയത്ത് ഇടില്ല. ഇന്നിപ്പോൾ ഈ റീൽ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്താ പറയുന്നത്, വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ഒന്ന് കൂടെ ചേർത്തേക്കാമെന്ന് വിചാരിച്ചിട്ട്. 4 വിസിൽ വന്ന ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് പൂരിക്കായിട്ടുള്ള മാവ് റെഡിയാക്കാം. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. ചിലർ മൈദ വെച്ചുണ്ടാക്കും, പക്ഷെ ഞങ്ങൾ ഇവിടെ എപ്പോഴും ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ ഞാൻ 2 സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ റവ ചേർത്തിട്ടുണ്ട്. റവയുടെ മാത്രം വീഡിയോ സ്കിപ്പായി തോന്നുന്നു.
അപ്പോൾ ഈ റവയും പിന്നെ കടലമാവും ചേർത്ത പൂരിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. റവ ചേർക്കുമ്പോൾ അത് കുറച്ചൊരു എണ്ണ കുടിക്കാതെ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ കടലമാവ് ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അധികം സോഫ്റ്റ് ആവാതെ കുറച്ച് ഹാർഡായിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ച് വെക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാം. കറിക്കായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കടുകെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ 2 ടേബിൾ സ്പൂൺ കടുകെണ്ണയിൽ കുറച്ച് ജീരകം പൊട്ടിച്ച ശേഷം പച്ചമുളകും പിന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചായിരുന്നു. പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി ഒന്ന് വാട്ടിയെടുത്ത ശേഷം 1 സ്പൂൺ മുളക് പൊടി ചേർത്തു. മുളക് പൊടി ചേർക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ വെള്ളവും ചേർക്കണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ ജീരകം പൊട്ടിച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടിയ ശേഷം മുളക് പൊടി ആഡ് ചെയ്യുക. മുളക് പൊടി ആഡ് ചെയ്യുന്ന കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നന്നായി ഒന്ന് അത് കുറച്ച് നേരം ലോ സിമ്മിൽ നന്നായി ഒന്ന് കുറുകി വരണം. ആ മസാല ഒന്ന് കുറുകി വന്ന ശേഷം വേണം നമ്മൾ ഇതിൽ വേവിച്ച് വെച്ച പൊട്ടാറ്റോ മസാല ഇടാനായിട്ട്. അപ്പോൾ കണ്ടോ, ഇവിടെ നന്നായി തിളയ്ക്കുന്ന കണ്ടോ, എണ്ണയൊക്കെ നന്നായി ഇങ്ങനെ തെളിഞ്ഞ് വരും. ഈ ഒരു മുളക് പൊടി ഇട്ട ശേഷം അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച ശേഷം അത് നന്നായി മിക്സ് ആകുമ്പോൾ എണ്ണയൊക്കെ ഇതുപോലെ തെളിഞ്ഞ് വരുമ്പോൾ വേണം നമ്മൾ വേവിച്ച് വെച്ച മസാല ഇവിടെ ആഡ് ചെയ്യാനായിട്ട്. കൂടെ തന്നെ വേറൊരു കടായിൽ പൂരി വറുത്തെടുക്കാനായിട്ടുള്ള എണ്ണയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ പൊട്ടാറ്റോ മസാല ആഡ് ചെയ്ത ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കസൂരി മേത്തി ഓപ്ഷണലാണ്, വീട്ടിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മുകളിൽ കൂടെ ചേർത്താൽ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും. അത് യൂഷ്വലി ഞാൻ എൻ്റെ എല്ലാ കറികളിലും ആഡ് ചെയ്യുന്നതാണ് കസൂരി മേത്തി. അപ്പോൾ ചെറിയൊരു സിമ്മിൽ ഞാൻ മസാലക്കറി വേവാൻ വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഇനി പൂരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. പറഞ്ഞ പോലെ മോള് പുറകിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്നുണ്ട്, അമ്മ റെഡിയായോ, പൂരി റെഡിയായോ എന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കുഴച്ച മാവ് ആദ്യം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒരു 4-5 പൂരി ആദ്യം പരത്തിയിട്ടാണ് എണ്ണയിൽ വറുത്തെടുക്കുന്നത്. പൂരിക്കുള്ള മസാലക്കറിയും റെഡിയാണ്. ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ ടേസ്റ്റിന് വേണ്ടി, ടേസ്റ്റും ഫ്ലേവറും പിന്നെ കാണാനും ഒരു ഭംഗിയാലോ. ഈ ഒരു ചുമന്ന മഞ്ഞ കറിയിൽ കുറച്ച് പച്ച ഇലകൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഒരു കാണാനും കൂടെ ഭംഗിയാണ്. അപ്പോൾ കൂടെ തന്നെ ചൂടോടെ പൂരിയും വറുത്തെടുക്കുന്നുണ്ട്. കറി ഇവിടെ റെഡിയാണ്. അങ്ങനെ ഫൈനലി സൺഡേ ഞങ്ങളുടെ ബ്രഞ്ച് ഇവിടെ റെഡിയാണ്. പൂരിയുടെ ഒപ്പം മസാലക്കറിയും കൂടെ തന്നെ ഞാൻ കുറച്ച് റായത്ത് ഉണ്ടാക്കിയായിരുന്നു, സാലഡ്, പിന്നെ ചട്നി, കൊറിയാണ്ടർ ചട്നി, നമ്മുടെ മല്ലിയിലയുടെ ചട്നി കുറച്ച് ഉണ്ടാക്കിയതുണ്ടായി. പിന്നെ അച്ചാർ, 2 തരം അച്ചാറുണ്ട്. അത് രണ്ടും ഞാൻ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ ഫ്രണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് എനിക്ക് തന്നതാണ്. ഒരെണ്ണം ചുമന്ന മുളക് വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്, മുളകിൻ്റെ ഉള്ളിൽ മസാലയുടെ ഫില്ലിങ്ങൊക്കെ ഉള്ള ഒരു അച്ചാറാണ്. പിന്നെ ഒരു മാങ്ങാച്ചാറും, അതും രണ്ടും നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്. അതും ഈ 2 അച്ചാറും കടുകെണ്ണയിൽ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ നാളിരിക്കും, ഒരു 3-4 കൊല്ലമൊക്കെ നന്നായിട്ടിരിക്കും. അങ്ങനത്തെ നല്ലൊരു വീട്ടിലുണ്ടാക്കിയ നല്ലൊരു അച്ചാറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനും മോളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡിയാണ്. പിന്നെ കൂടെ തന്നെ ടി വിയും കാണുന്നുണ്ട്. മോൾക്ക് പിന്നെ ടി വി ഇല്ലാതെ വീക്കെൻഡായ ഇവിടെ മസ്റ്റാണ് ടി വിയിൽ മൂവി കാണുക, അതൊരു മസ്റ്റാണ്. പിന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ ഒരു റൂട്ടീൻ സൺഡേ ലേസി ബ്രഞ്ച് ഇവിടെ കഴിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വീക്കെൻഡിലത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നന്നായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഒരു ഓർഡർ ചെയ്തായിരുന്നു, ഒരു സ്റ്റിക്ക്. ഞങ്ങളുടെ ഇവിടെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട്, ബാൽക്കണിക്ക് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ഗ്ലാസ്സൊക്കെ ക്ലീനിങ് വലിയ പാടാണ്. പിന്നെ മാറാമ്പിലൊക്കെ വന്ന് പിന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് വലിയ പാടാണ്. അപ്പോൾ ആമസോണിൽ കണ്ട ഈ ഒരു സ്റ്റിക്ക് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. ഇന്നലെയാണ് എനിക്ക് പാർസൽ ഡെലിവർ ആയത്. അപ്പോൾ ഇന്ന് സൺഡേ മോള് കൂടെ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചു മോളും ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഇന്നൊരു ഗ്ലാസ് ക്ലീനിങ്ങും മാറാമ്പില ക്ലീനിങ്ങൊക്കെയാണ്. മോള് കൂടെ ഉള്ളപ്പോൾ അതൊരു രസമാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് അവളെനിക്ക് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യും. മടിയാണെങ്കിലും ഞാൻ പറഞ്ഞ അവൾ കേൾക്കും, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒന്ന് വീഡിയോ എടുത്ത് തരുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് പാവം എനിക്ക് വീഡിയോ എടുക്കാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആമസോണിൻ്റെ ഈ ഒരു സ്റ്റിക്ക് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. എല്ലാം ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, വളരെ പാടാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. പക്ഷേ ലക്കിലി മോളും ഞാനും കൂടെ ഇന്ന്
നന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ബാൽക്കണി ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, മോൻ തിരിച്ചു പോയ ശേഷം ഈ ഒരു റൂമിൽ, മോൻ്റെ റൂമിൽ വരുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. മോനുള്ളപ്പോൾ എപ്പോഴും റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും, അമ്മ ചായ, അമ്മ ഭക്ഷണം റെഡിയായോ, അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം മോൻ ഇന്നലെ പോയോണ്ട് ഈ റൂമിൽ എനിക്ക് വരാനേ ഒരു മടിയാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു വൈകുന്നേരം മോൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഡസ്റ്റിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് വെക്കണമെന്ന്. സാധാരണ മോനില്ലാത്ത സമയത്ത് ഇവിടെയാണ് ഞാൻ എൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നത്, യൂട്യൂബ് റെക്കോർഡിംഗ്, പിന്നെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്നത് മിക്ക ഫ്രണ്ട്സിനും എൻ്റെ മിക്ക ഫ്രണ്ട്സിനും അറിയാം. അപ്പോൾ അങ്ങനെ യൂട്യൂബ് റെക്കോർഡിംഗ്, പിന്നെ ഇൻസ്റ്റാഗ്രാം റെക്കോർഡിംഗ്, എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടെങ്കിലൊക്കെ ഇവിടെയാണ്. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഗസ്റ്റ് വന്നാലും ആസ് എ ഗസ്റ്റ് റൂമായിട്ട് യൂസ് ചെയ്യുന്നതും മോൻ്റെ റൂം തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോട്ടോ ഫ്രെയിം, ഒരു കൊലാജ് അനിലിൻ്റെ എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി കിട്ടിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതെൻ്റെ റൂം. മോൻ ഇവിടെ ഇല്ലാത്തപ്പോൾ ഞാനാണ് ഈ റൂം യൂസ് ചെയ്യുക, എൻ്റെ ക്രാഫ്റ്റിനും കൂടെ ആയിട്ട് യൂസ് ചെയ്യും. പണ്ട് എനിക്ക് ബോട്ടിൽ ആർട്ടൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പം വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ. പണ്ട് കോവിഡ് സമയത്തൊക്കെ റെഗുലർലി ചെയ്യാറുണ്ടായിരുന്നു, ഇതിനായിട്ട് ടൈം കണ്ടെത്താറുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു മടിയാണ്. അപ്പോൾ ബോട്ടിൽ ആർട്ട്, ഡെക്കോപ്പാജ് ആർട്ട്, അതൊക്കെ ടൈം കിട്ടുമ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫൈനലി മോൻ്റെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തിരിച്ച് എൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ ഇവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. മോനുള്ളപ്പോൾ ട്രൈപോഡ് സ്റ്റാൻഡും ആർട്ട് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊന്നും ഇവിടെ വയ്ക്കാറില്ല. പിന്നെ മോൻ്റെ റൂമിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് പൂൾ വ്യൂ, ബാൽക്കണിയിൽ നിന്നായാലും മോൻ്റെ റൂമിൽ നിന്നായാലും നല്ലൊരു പൂൾ വ്യൂ ഉണ്ട്. അങ്ങനെ മോൻ്റെ റൂമിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഇവിടെ ഒരു പൗഡർ റൂമാണ്. ഇവിടെ ഞങ്ങൾ ചെറിയൊരു ഷോക്കേസ് സെറ്റാക്കിയിട്ടുണ്ട്. അതിലെൻ്റെ ബോട്ടിൽ ആർട്ട്, ഈ കാണുന്നതൊക്കെ ഞാൻ കൊറോണ ടൈമിൽ ചെയ്ത ബോട്ടിൽ ആർട്ട്, ഡെക്കോപ്പാജ് ആർട്ടൊക്കെയാണ്. പിന്നെ കുറച്ച് ക്രോക്കറീസ് ഇവിടെയുണ്ട്. പിന്നെ ഏറ്റവും മുകളിലത്തെ സെക്ഷനിലും പുറകെ ആയിട്ട് കുറച്ച് അൺഫിനിഷ്ഡും ഫിനിഷ്ഡായ ഡെക്കോപ്പാജ് ആർട്ട് ട്രേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുറകെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഇനിയും ഫിനിഷ് ചെയ്യാനുണ്ട്. അതൊക്കെ ഒരിക്കൽ ചെയ്തിട്ട് വേണം അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ കൂടെ തന്നെ ഇവിടെ ഒരു ഗസ്റ്റിനായിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് ഏരിയ ഉണ്ട്. പിന്നെ ഒരു ബാത്റൂം, കോമൺ ടോയ്ലറ്റ് വാഷ്റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ, ഈ വീക്കിലത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീട്ടിലത്തെ ഈ വിശേഷങ്ങൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് പറയാറുണ്ട് വീട് കാണണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോസിൽ എൻ്റെ വീടൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്.